ഒരു വർഷം കൂടി കടന്നുപോയി. വേഗം സമയം പായുന്നു. വിചാരിച്ചത് പലതും സാധിച്ചില്ല. ആഗ്രഹിച്ചതൊന്നും പൂർത്തിയാക്കാൻ പറ്റിയില്ല. സത്യത്തിൽ കഴിഞ്ഞ കൊല്ലത്തിൻ്റെ ആദ്യത്തിൽ നാം ചിന്തിച്ചിരുന്നത് പോലെയല്ലേ ഇതും. ദൗർബല്യവും തളർച്ചയും അംഗീകരിക്കാം. പക്ഷേ ഒരു ചോദ്യം, കഴിഞ്ഞ കൊല്ലവും ഇങ്ങനെ തന്നെ ചിന്തിച്ചതാണല്ലോ. ഓരോ വർഷം കഴിഞ്ഞു പോകുമ്പോഴും ഇത്തരമൊരു ദുഃഖചിന്ത മനസ്സിൽ വരും. പിന്നെ അത് മറന്നു പോകും. പുതിയ വർഷമായി, അതിൻ്റെ പ്രശ്നങ്ങളായി, ആകുലതകളായി, തിരക്കായി വർഷാന്ത്യം ഒരിക്കൽ കൂടി പിന്നെയും വന്നു ചേരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ? കാലം കഴിയും തോറും ജീവിതം പൂർണ്ണതയില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. എന്ത് നേടി? എത്രത്തോളം എത്തി? ഒന്നും നേടിയില്ലെന്നും എങ്ങും എത്തിയില്ല എന്നുമുള്ള ചിന്ത നഷ്ടബോധത്തിൻ്റെ ദുഃഖമായി മനസ്സിൻ്റെ മുകൾ തട്ടിൽ പതഞ്ഞ് കിടക്കുന്നു. ഒരിക്കലും സാക്ഷാത്കരിക്കപ്പെടാത്ത സ്വപ്നങ്ങളുടെ പരമ്പര മാത്രമാണോ നമ്മുടെ ജീവിതം? ഒരിക്കലും തൃപ്തി വരാത്ത ആഗ്രഹങ്ങളും മനസ്സിനെ മതിച്ച നൊമ്പരങ്ങളും മാത്രമാണോ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ബാക്കി? ഒരിക്കലും തൃപ്തി വരാത്ത, എങ്ങും എത്തി നിൽക്കാത്ത, ഒന്നിനും ഉത്തരമില്ലാത്ത അർത്ഥശൂന്യമായ ഒരു കടങ്കഥയാണോ നമ്മുടെ ജീവിതം? മനസ്സിൽ വിഷാദം മാത്രം ബാക്കി നിൽക്കെ ഒരു വർഷം കൂടി ഇതാ ആഗതമായി. ശോക ഛായ ഉള്ളിൽ പരന്നുകൊണ്ടിരിക്കെ നമ്മുടെ ചിന്ത ഉയർന്നു വരികയായി. ഒന്നിലും ഇതുവരെ ഹൃദയം സംതൃപ്തി കണ്ടെത്തുന്നില്ലല്ലോ എന്ന്. നമ്മുടെ ഹൃദയം എന്തിനു വേണ്ടിയോ തുടിക്കുന്നു, എന്തിനു വേണ്ടിയോ ഹൃദയം കാത്തിരിക്കുന്നത് കണ്ടെത്തുന്നതുവരെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ മനസ്സിനെ മതിച്ചേക്കാവുന്ന നഷ്ടബോധം ആത്മാവിൻ്റെ തുടിപ്പായി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. നേടിയതെല്ലാം നേട്ടമല്ല, നേടാത്തതൊന്നും നഷ്ടവുമല്ല. അറിഞ്ഞെന്ന് വിചാരിച്ചത് മുഴുവൻ സത്യവുമല്ല. അറിയാനായില്ല എന്ന് കരുതിയത് അത് അജ്ഞതയുമല്ല. എത്തിച്ചേർന്നു എന്ന് ചിന്തിച്ചത് ലക്ഷ്യത്തിലല്ല. ഇത് ഒരു തീർത്ഥാടനമാണ്. കഴിഞ്ഞ വർഷത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു ഈ തീർത്ഥാടനം കർത്താവിലേക്കാണ് എത്തിച്ചേരുക. അത്താണിയിൽ അല്പനേരത്തെ വിശ്രമമേ ഉള്ളൂ എന്ന് നാം തിരിച്ചറിയണം. അവിടെ ആരും സ്ഥിരമായി കുത്തിയിരിക്കാറില്ലല്ലോ. എത്തേണ്ടിടത്തേക്ക് ഇനിയും പാത നീണ്ടുപോകുന്നു. ഈ വഴിയോരത്ത് യേശുവിൻ്റെ ശബ്ദം നമുക്ക് ശ്രവിക്കാം. ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യോഹന്നാൻ 7:37. ഈ സ്വരം ഈ പുതുവത്സരത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ആശ്വാസം പകരും. അത് കേട്ട് വീണ്ടും മുന്നോട്ട് യാത്ര തുടരാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ.